നമസ്കാരം. പെൻഷൻ വിതരണം അട്ടിമറിക്കാനുള്ള നീക്കം അംഗീകരിക്കില്ല. UDF സർക്കാരിനെതിരെ പിണറായി വിജയൻ. കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തിന് തന്നെ മാതൃകയായ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ സംവിധാനം അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പാവപ്പെട്ടവരുടെ കൈകളിലേക്ക് പെൻഷൻ തുക നേരിട്ട് എത്തിക്കുന്ന ജനകീയമായ സംവിധാനം പുതിയ സർക്കാർ ഉത്തരവിലൂടെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും പിണറായി വിജയൻ ആരോപിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, വിവിധ തരത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ തുടങ്ങി വലിയൊരു വിഭാഗം ആളുകൾക്ക് മാസത്തിൽ ലഭിക്കുന്ന പെൻഷൻ തുക വലിയ ആശ്വാസമാണ്. ബാങ്കിൽ പോയി പണം പിൻവലിക്കാൻ പോലും കഴിയാത്ത നിരവധി പേർക്ക് വീട്ടുപടിക്കൽ തന്നെ പെൻഷൻ എത്തിക്കുന്ന രീതിയാണ് കേരളത്തിൽ വർഷങ്ങളായി നിലവിലുള്ളത്. ഈ സംവിധാനത്തിനാണ് ഇപ്പോൾ മാറ്റം വരുത്താനുള്ള സർക്കാർ നീക്കം വിവാദമായിരിക്കുന്നത്. കിടപ്പ് രോഗികൾ ഒഴികെയുള്ള മുഴുവൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇനി പെൻഷൻ തുക ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT വഴി ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രം നൽകാനാണ് പുതിയ ഉത്തരവിലൂടെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പിണറായി വിജയന്റെ ആരോപണം. ഇതോടെ സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തിക്കുന്ന പെൻഷൻ വിതരണം വലിയ തോതിൽ അവസാനിക്കുമെന്നാണ് വിമർശനം. നിലവിൽ ബാങ്ക് അക്കൗണ്ട് വഴിയല്ലാതെ സഹകരണ സംഘങ്ങളുടെ സഹായത്തോടെ വീടുകളിൽ നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർ നിരവധിയാണ്. ഇവരിൽ വലിയൊരു വിഭാഗം ബാങ്കിംഗ് സംവിധാനത്തിന് പുറത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പുതിയ തീരുമാനം സാധാരണക്കാരെ കാര്യമായി ബാധിക്കുമെന്നാണ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് വ്യത്യസ്തമായ ഒരു സംവിധാനമാണ് പിന്തുടരുന്നത്. DBT വഴി പെൻഷൻ വാങ്ങാൻ സ്വയം തീരുമാനിച്ചവരെ മാറ്റി നിർത്തിയാൽ പെൻഷൻ വാങ്ങുന്നവരിൽ ഏകദേശം പകുതിയോളം ആളുകൾക്ക് ബാങ്കിലേക്ക് പോകാതെ തന്നെ വീട്ടുപടിക്കൽ പെൻഷൻ തുക ലഭിച്ചിരുന്നു. ബാങ്കിൽ എത്തുക, പണം പിൻവലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരുന്നവർക്ക് ഈ സംവിധാനം വലിയ ആശ്വാസമായിരുന്നു. പ്രായമായ ഒരാൾക്ക് ബാങ്കിലേക്ക് പോകുന്നത് എല്ലായ്പ്പോഴും എളുപ്പമുള്ള കാര്യമല്ല. പലർക്കും യാത്ര ചെയ്യാൻ മറ്റാരുടെയെങ്കിലും സഹായം ആവശ്യമാണ്. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലർ ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത്. ഭിന്നശേഷിക്കാരായ പലർക്കും ബാങ്കിംഗ് സേവനങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്നതും ബുദ്ധിമുട്ടുണ്ടായേക്കും. അത്തരത്തിലുള്ള ആളുകളിലേക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടുപടിക്കൽ പെൻഷൻ എത്തിച്ചിരുന്നു. ഇത്തരം ഒരു സംവിധാനം ഒഴിവാക്കി എല്ലാവരെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പിണറായി വിജയന്റെ നിലപാട്. പ്രത്യേകിച്ച് ബാങ്കിംഗ് സേവനങ്ങളുടെ പരിധിക്ക് പുറത്തുള്ളവരെയാണ് പുതിയ തീരുമാനം കൂടുതൽ ബാധിക്കുകയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. DBT വഴി പെൻഷൻ വാങ്ങാത്തവരിൽ ഭൂരിഭാഗവും സമൂഹത്തിലെ അടിസ്ഥാന വിഭാഗങ്ങളിൽപ്പെട്ടവരാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും പ്രായാധിക്യമുള്ളവരും ഈ വിഭാഗത്തിൽ വലിയ തോതിലുണ്ട്. സമൂഹത്തിന്റെ കൂടുതൽ കരുതൽ ആവശ്യമായിരിക്കുന്ന ഇവരെയാണ് പുതിയ ഉത്തരവ് നേരിട്ട് ബാധിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. പെൻഷൻ വീട്ടിലെത്തിക്കുന്ന സംവിധാനം വെറുമൊരു പണം കൈമാറുന്ന രീതി മാത്രമല്ലെന്നും പിണറായി വിജയൻ പറയുന്നുണ്ട്. പ്രായമായവരെയും അവശരായവരെയും ജീവിതത്തിൽ സർക്കാർ സംവിധാനത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിലായിരുന്നു ഇത്. ബാങ്കിലേക്കും മറ്റ് പോകേണ്ടി വരുന്ന സ്വന്തം വീട്ടിൽ തന്നെ പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം പലർക്കും വലിയ സുരക്ഷിതത്വമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സഹകരണ സംഘങ്ങൾ വഴിയുള്ള വാതിൽപ്പടി പെൻഷൻ വിതരണം നിർത്തലാക്കാനുള്ള നീക്കത്തെ സാധാരണ ഭരണപരമായ മാറ്റമായി കാണാൻ കഴിയില്ലെന്നാണ് പിണറായി വിജയന്റെ ആരോപണം. ഇത് പതിയെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ തന്നെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ആദ്യ പടിയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ചുള്ള സർക്കാരിന്റെ സമീപനത്തെയും പിണറായി വിജയൻ ശക്തമായി വിമർശിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജനങ്ങളുടെ അവകാശമല്ലെന്നും സർക്കാരിന്റെ ഔദാര്യമാണെന്നും കാണുന്ന വലതുപക്ഷ സമീപനത്തിന്റെ ഭാഗമാണ് പുതിയ ഉത്തരവെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംവിധാനം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് രാഷ്ട്രീയമായ വലിയ തർക്കമാണ് ഇതോടെ ഉയരുന്നത്. ഒരു ഭാഗത്ത് പെൻഷൻ വിതരണം കൂടുതൽ സാങ്കേതികമായി നിയന്ത്രിക്കണമെന്നാണ് സർക്കാർ നിലപാടായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മറുഭാഗത്ത് സാങ്കേതിക സംവിധാനങ്ങളുടെ പേരിൽ ഏറ്റവും ആവശ്യമുള്ള ആളുകൾക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനം ഇല്ലാതാക്കരുത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. പുതിയ തീരുമാനത്തെ ന്യായീകരിക്കാൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വാദവും പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു.
DBCയുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിർദ്ദേശങ്ങൾ കേരളത്തിൽ പാലിക്കാത്തതിനാൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ സംസ്ഥാനത്ത് നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടെന്നാണ് UDF സർക്കാരിന്റെ വാദമെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഈ വാദത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ പെൻഷൻ വിതരണ രീതിയിലും മാറ്റം വരുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് പിണറായി വിജയന്റെ നിലപാട്. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കണക്കും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു മാസം വിതരണം ചെയ്യുന്ന ആകെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയുടെ കേവലം 1% മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അതും ആകെ പെൻഷൻ ലഭിക്കുന്നവരിൽ 13.5% ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. മറുവശത്ത് 86% ഗുണഭോക്താക്കൾക്കും മുഴുവൻ പെൻഷൻ തുകയും നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. അതായത് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംവിധാനത്തിന്റെ പ്രധാന സാമ്പത്തിക ഉത്തരവാദിത്തം വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടി പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയിൽ തന്നെ മാറ്റം വരുത്തുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായം വളരെ ചെറിയൊരു വിഹിതം മാത്രമായിരിക്കെ അതിന്റെ പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ പെൻഷൻ ഗുണഭോക്താക്കളെയും ബാധിക്കുന്ന തരത്തിലുള്ള മാറ്റം വരുത്തുന്നത് ശരിയല്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. LDF സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് കേന്ദ്ര നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും പെൻഷൻ വിതരണം കേരളത്തിന്റെ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നുവെന്നും പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ സാമൂഹ്യ യാഥാർത്ഥ്യം പരിഗണിച്ചാണ് സഹകരണ സംഘങ്ങൾ വഴി വീട്ടുപടിക്കൽ പെൻഷൻ എത്തിക്കുന്ന സംവിധാനം നിലനിർത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരുടെ സാഹചര്യം മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തിയാൽ മാത്രം മതിയാകാത്ത നിരവധി ഗുണഭോക്താക്കളുണ്ട്. അക്കൗണ്ടിലേക്ക് പണം വന്നാലും അത് പിൻവലിക്കാൻ ബാങ്കിൽ എത്തേണ്ടതുണ്ട്. ബാങ്കിൽ എത്താൻ കഴിയാത്തവർക്ക് അക്കൗണ്ടിൽ പണം കിടക്കുന്നതുകൊണ്ട് മാത്രം പ്രയോജനം ഉണ്ടാകില്ല. ഇതാണ് വാതിൽപ്പടി പെൻഷൻ സംവിധാനത്തിന്റെ പ്രധാന പ്രസക്തിയെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നു. പണം ഗുണഭോക്താവിന്റെ വീട്ടിൽ നേരിട്ട് എത്തുമ്പോൾ ഇടനിലയിലുള്ള പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാനാകും. പ്രത്യേകിച്ച് പ്രായമായവർക്കും ആരോഗ്യ പ്രശ്നമുള്ളവർക്കും ഇത് കൂടുതൽ സൗകര്യപ്രദമാണ്. പെൻഷൻ വിതരണം ചെയ്യുന്ന സഹകരണ സംഘങ്ങൾക്കും ഈ സംവിധാനത്തിൽ പ്രധാന പങ്കുണ്ട്. ഗുണഭോക്താക്കളെ നേരിട്ട് അറിയുന്ന പ്രാദേശിക സംവിധാനമായതിനാൽ പെൻഷൻ അർഹരായവരുടെ വീടുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. അത്തരത്തിലുള്ള സംവിധാനത്തെ പൂർണ്ണമായി മാറ്റി ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകൃതമാക്കുന്നത് സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്ത് പ്രത്യാഘാതമുണ്ടാക്കുമെന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച. പുതിയ ഉത്തരവ് നടപ്പിലായാൽ കിടപ്പുരോഗികൾക്ക് മാത്രമായിരിക്കും വീട്ടുപടിക്കൽ പെൻഷൻ ലഭിക്കുക എന്നതും പ്രത്യേക പരിഗണനയിലാണെന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ കിടപ്പുരോഗികൾ മാത്രമല്ല, ബാങ്കിലേക്ക് നേരിട്ട് പോകാൻ കഴിയാത്ത നിരവധി വയോജനങ്ങളും ഭിന്നശേഷിക്കാരും മറ്റ് ഗുണഭോക്താക്കളും കേരളത്തിൽ ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതിനാൽ തന്നെ കിടപ്പുരോഗികളെ മാത്രം ഒഴിവാക്കി മറ്റുള്ളവരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്ത തീരുമാനമാണെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഒരാൾക്ക് ബാങ്കിൽ പോകാൻ കഴിയാത്തതിന്റെ കാരണം കിടപ്പുരോഗം മാത്രമാകണമെന്നില്ല. പ്രായാധിക്യം, ശാരീരിക പരിമിതികൾ, യാത്രാ ബുദ്ധിമുട്ട്, കുടുംബ സഹായത്തിന്റെ അഭാവം തുടങ്ങിയ നിരവധി കാരണങ്ങളുണ്ടാകും. പെൻഷൻ വാങ്ങുന്നവരുടെ ജീവിത സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് സർക്കാർ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നും പിണറായി വിജയൻ ആവശ്യപ്പെടുന്നു. സാങ്കേതികമായി ഒരു സംവിധാനം എളുപ്പമാണെന്ന് കരുതി അത് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനകരമാണെന്ന് കരുതാൻ കഴിയില്ല. പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ കാര്യത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്നവരുടെ സൗകര്യമാണ് പ്രധാനമായി പരിഗണിക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. പെൻഷൻ വിതരണ രീതിയെ ചൊല്ലിയുള്ള ഈ രാഷ്ട്രീയ തർക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട്. കാരണം കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വലിയൊരു ജനവിഭാഗത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. മാസത്തിൽ ലഭിക്കുന്ന പെൻഷൻ തുക പല കുടുംബങ്ങൾക്കും ചെറിയൊരു അധിക വരുമാനം മാത്രമല്ല, ദൈനംദിന ജീവിത ചെലവിനുള്ള പ്രധാന ആശ്രയം കൂടിയാണ്. മരുന്ന് വാങ്ങുന്നതിനും ഭക്ഷണത്തിനും വൈദ്യുതി ബില്ലിനും യാത്രയ്ക്കുമൊക്കെ ഈ തുക ഉപയോഗിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ പെൻഷൻ എങ്ങനെ ലഭിക്കുന്നു എന്നതും എപ്പോൾ ലഭിക്കുന്നു എന്നതും ഗുണഭോക്താക്കളെ സംബന്ധിച്ച് പ്രധാനമാണ്. ബാങ്ക് അക്കൗണ്ടിൽ പണം എത്തിക്കുക എന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപാടായി പൂർത്തിയാക്കണമെങ്കിൽ ഗുണഭോക്താവിന്റെ ഭാഗത്ത് അത് പണം കയ്യിലെത്തുന്നതോടെ മാത്രമാണ് പൂർത്തിയാകുക. ഈ വ്യത്യാസമാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കേന്ദ്ര ബിന്ദുവായിരിക്കുന്നത്.
സർക്കാരിന്റെ കണക്കിൽ DBC കൂടുതൽ ക്രമബദ്ധമായ സംവിധാനമായിരിക്കാം. എന്നാൽ പിണറായി വിജയന്റെ വാദമനുസരിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ലക്ഷ്യം തന്നെ ഏറ്റവും ആവശ്യമുള്ളവരുടെ കൈകളിലേക്ക് സഹായം എത്തിക്കുക എന്നതാണ്. അതിനാൽ സാങ്കേതിക സൗകര്യത്തിനേക്കാൾ ഗുണഭോക്താവിന്റെ സൗകര്യത്തിനാണ് മുൻഗണന നൽകേണ്ടത്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംവിധാനം രാജ്യത്തിന് മാതൃകയായതാണെന്നും പിണറായി വിജയൻ ആവർത്തിക്കുന്നുണ്ട്. വീട്ടുപടിക്കൽ പെൻഷൻ എത്തിക്കുന്ന സംവിധാനം അതിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ്. വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഈ സംവിധാനത്തെ പെട്ടെന്ന് മാറ്റുന്നത് ഗുണഭോക്താക്കളിൽ ആശങ്ക സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം പുതിയ ഉത്തരവിനെതിരെ രാഷ്ട്രീയ വിമർശനം ഉയർത്തുന്നതിന് പിന്നിൽ LDFന്റെ രാഷ്ട്രീയ താൽപര്യവും ഉണ്ടെന്ന വിമർശനം UDF ഉന്നയിച്ചേക്കാം. എന്നാൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബുദ്ധിമുട്ടുകൾ രാഷ്ട്രീയത്തിന് അതീതമായി പരിഗണിക്കപ്പെടണമെന്നാണ് പിണറായി വിജയന്റെ ആവശ്യം.